ഇവരെ സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകൾക്ക് ഇവരെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവരൊക്കെ എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? 18 വയസ്സാകാൻ വേണ്ടി കാത്തിരുന്ന് കല്യാണം കഴിച്ചിട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവും. പറഞ്ഞ അവരുടെ ജീവിതമാണ്, ഇന്നത്തെ കാലം ഇതാണ്, മാങ്ങാത്തൊലിയാണ്. ഒരു കാലമല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറെ എന്തും ഉള്ളൂ. ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോറ്റുന്നോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇതുപോലെ കളറായിരിക്കുന്നൊന്നും നിങ്ങൾ കരുതണ്ട. പുതുമോടിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പൈസക്ക് ഡയറ്റ് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം തലപൊക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും തന്നെയാണ്. കുഞ്ഞിളം വാവേ കഥ കേട്ടേ ഉറങ്ങി ഉറങ്ങി ഉറങ്ങി. ഈ ഉറങ്ങുന്നില്ല പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഇന്ന് പൂജ അമൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കണ്ടു. അപ്പോൾ ഈ പൂജ അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം മുമ്പേ ഞാൻ കണ്ടതാണ്. 16-ാമത്തെ വയസ്സ് മുതൽ സ്നേഹിക്കുന്നു, 15-ാമത്തെ വയസ്സ് മുതൽ സ്നേഹിച്ച് 18-ാമത്തെ വയസ്സ് ആകുന്നതിന് മുന്നേ തന്നെ ചെറുക്കം വന്നിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കലാണ്. അതുപോലെ സ്കൂളിലും ഇങ്ങനെ നോക്കി നിൽക്കലാണ്. കാരണം എന്താ, 18 വയസ്സാകാൻ വേണ്ടിയിട്ട് ഇനി ഒരു മാസമുണ്ട്, ഇനി ഒരു 2 ദിവസമുണ്ട്, ഇനി ഒരു ദിവസമുണ്ട്, ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞാൽ 18 വയസ്സായി. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് 12 മണി വരെ ചെറുക്കൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. 18 വയസ്സായപ്പോൾ പെണ്ണിനെയും കൊണ്ടിട്ട് ഒരു ഓട്ടാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് നേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ദേശീയ ഗാനം ഉണ്ടല്ലോ, ഏത് ആ ദേശീയ ഗാനം എന്താണെന്നുണ്ടല്ലോ, എന്നിട്ട് കുന്നോളന്തരി പൊന്നന്തിനാ പെണ്ണെ തഞ്ചാവൂര് പട്ടന്തിനാ. നമ്മളെ കൊറോണ കാലത്ത് ഒരു കല്യാണം ഉണ്ടല്ലോ, അതായത് ഒളിച്ചോടിയിട്ട് ഒരു ഫാഷൻ കല്യാണം. അപ്പോൾ ഇന്ന് ആ ഒളിച്ചോടിയവരൊക്കെ എവിടെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണേ. ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒക്കത്തെ 2 കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോക്കാന്ന്. കാരണം എന്താ, ഭർത്താവ് വെള്ളടിക്കുന്നു, അതുപോലെ തന്നെ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല. ഇവൻ ആദ്യമേ ജോലിക്ക് പോകാറില്ല, എന്നിട്ടാ പിന്നെ 2 കുട്ടികളായപ്പോൾ ജോലിക്ക് പോകുക? ഒരിക്കലും പോകത്തില്ല അവൻ. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മൾ ഇതുപോലെയുള്ളൊരു കല്യാണം ഒരുപാട് കണ്ടതാണ്. അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. ആ യൂട്യൂബർ നല്ല സബ്സ്ക്രൈബറും ഇതൊക്കെ ഉള്ളതാണ്. അന്ന് അവൻ ഇതുപോലെ തന്നെ ഒരു കല്യാണം കഴിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പ്രശ്നമായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടും, അതായത് ഞാനും എൻ്റെ ഭാര്യയും പിരിയുന്നു. പേരൊക്കെ ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞാനും എൻ്റെ ഭാര്യയും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, കുട്ടികൾ അനാഥരായി. ഇങ്ങനെയൊക്കെ ഓരോരോ കണ്ടന്റുകളാണ് ഇപ്പോഴും ഇടുന്നത്. പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, എന്തെങ്കിലും ചെയ്തോട്ട് നോക്കാം. അപ്പോൾ ഈ പൂജ അമൽ എന്ന് പറയുന്ന ഈ കുട്ടികൾ, അതായത് ഇവന്മാർ, ഈ പെൺകുട്ടി നേരെ എന്ന് പറഞ്ഞാൽ 18 വയസ്സായ അന്ന് തന്നെ ഓടിപ്പോയിട്ട് ഈ അമൽ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനെ, പണിക്കൊന്നും പോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം പണിക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മളറിയില്ല. എല്ലാവരും പറയുന്നുണ്ട് അവരുടെ ജീവിതമല്ലടോ, അവർ ജീവിച്ച് തീർക്കട്ടെ, മണ്ണാൻ കട്ടിയാന്ന്, തേങ്ങാ കൊലയാന്നൊന്ന് പോടാപ്പാടുന്ന്. ഒരിക്കലും ഇതൊന്നും സപ്പോർട്ട് ചെയ്യരുത്. അതായത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വരുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് ആരാന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരെ പോലെയുള്ള ചില ടീമുകളാണ്, അല്ലാതെ വേറെ ആരുമല്ല. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ മാതാപിതാക്കളോട് പറയുകയാണ്, അതുപോലെ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരാൾ പോലും ഇവരനുകരിക്കരുത്. ഇവരുടെ വീഡിയോ ഷെയർ ചെയ്യണം, എല്ലാവരും കാണണം എന്ന് ഇവർ പറയുന്നുണ്ട്. എന്താണ് ഇവിടെ കാണാനുള്ളത്? അതായത് 18 വയസ്സാകുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തിയ അല്ലെങ്കിൽ വലുതാക്കിയ മാതാപിതാക്കളെ ചവിട്ടി അരച്ചു പോകുന്ന ഇവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും പറയുന്നത് അവരുടെ ജീവിതമാണ്, ഇന്നത്തെ കാലം ഇതാണ്, മാങ്ങാത്തൊലിയാണ്. ഒരു കാലമല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറെ എന്തും ഉള്ളൂ. ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താ പറയേണ്ടത്, ഇവളെ പോറ്റുന്നോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇതുപോലെ കളറായിരിക്കുന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞാൽ, അതായത് പുതുമോടിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പൈസക്ക് ഡയറ്റ് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം തലപൊക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കുറേ അമ്മായിമാരും പറയുന്നുണ്ട്, അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ, അവരുടെ വീട് ചെറുതാണെങ്കിൽ എന്താ, അവരുടെ ജോലി ഇല്ലെങ്കിൽ എന്താ, അമ്മ ജോലിക്ക് പോകുന്നില്ലേ? അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ ജോലിക്ക് പോയിട്ട് നല്ലോണം ഊണും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ പെണ്ണിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പ്ലസ് ടു പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അമ്മ നല്ല രീതിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ചെറുക്കൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രേമിക്കുന്നത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ആരെങ്കിലും പറയും. അങ്ങനെ
അങ്ങനെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്താണ് സ്ഥിതി? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റമല്ലേ എന്നാണ് പിന്നത്തെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവറ്റകൾ പിന്നീട് എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രേമിക്കാൻ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും പ്രേമിച്ച് വീഴ്ത്തുക. എന്നിട്ട് പ്രേമിച്ച് വീഴ്ത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വന്നിട്ട് നല്ല തള്ളും. അതായത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ അച്ഛനമ്മമാർ എന്നെ കെട്ടിയിട്ടു, എൻ്റെ അച്ഛനമ്മമാർ എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു, അതായത് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛനമ്മമാരുടെ 18 വയസ്സ് വരെ നോക്കിയ അച്ഛനമ്മമാർ, അതുമാത്രമല്ല എത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോഴും മാതാപിതാക്കളെ ആഗ്രഹിക്കുന്നത് എന്താ? പഠിച്ചു വലിയ ആളാകുമ്പോൾ നമുക്കൊരു തുണയായിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ പാരമ്പര്യം നിലനിർത്തുന്ന, എല്ലാവരും പറയുകയായിരുന്നു എന്ത് മണ്ണാങ്കട്ട പാരമ്പര്യമാണ് ഉള്ളത്, സ്നേഹിച്ചവരൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിക്കട്ടെ, കല്യാണം കഴിക്കട്ടെ, അവരൊക്കെ ഒന്നാകണ്ടെന്ന്. ഒരു തേങ്ങാക്കൊലിയല്ല എൻ്റെ സഹോദരങ്ങളെ. നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒന്നല്ല ജീവിതം. അതായത് പുറത്തുനിന്ന് പറയുന്നവനെന്ന് പറഞ്ഞാൽ പറയാം നമ്മുടെ നാട് ഒരുപാട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെയല്ല, ഇപ്പം എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മാങ്ങാത്തൊലിയില്ല. നിങ്ങൾക്കറിയോ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടായിട്ട് ഒരു കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നടന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ പഴഞ്ചൻ ചിന്താഗതിയായിരിക്കും, പക്ഷേ അവർ അച്ഛനമ്മമാരെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു വീടൊക്കെ എടുത്ത് നല്ല നിലയിലായിട്ട് കല്യാണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ചില തലമുറകളുണ്ടല്ലോ, ഒരു ഉപകാരമില്ലാത്ത ടീമുകളാണ്. കാരണം ജോലിക്ക് പോകത്തില്ല, 10 പൈസ ഉണ്ടാക്കത്തില്ല. ആകെ ഇവർക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കാനും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നെങ്കിൽ ഇവർക്കൊരു ബൈക്ക് കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇവരൊരു പ്രേമിക്കും, ഒരു കല്യാണം കഴിക്കും. ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്ക് കുട്ടികളെ രണ്ടാകും. പിന്നീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നങ്ങളായി. പിന്നീട് ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾ വളരെ പരിതാപകരമായിരിക്കും. ഇവിടെയും നടക്കാൻ പോകുന്നത് അതുതന്നെയാണ്. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യാനും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഇവരെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കാം. പക്ഷേ ഇവരെല്ലാവരും ആലോചിക്കേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം മാത്രമാണ്. ഇവൻ്റെ കുടുംബത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ആൺപിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ധാരണയുണ്ട് ഇപ്പോഴും, പെണ്ണ് കിട്ടാൻ അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും കുറേ കാര്യങ്ങൾ എന്താ പറയേണ്ടത്, അലച്ചൽ തീർന്നല്ലോ. അച്ഛനും അമ്മക്കും സന്തോഷമാണ്. പക്ഷേ ആ പെണ്ണിൻ്റെ വീട്ടിൽ അതല്ല സ്ഥിതി. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കുറച്ചെങ്കിലും ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അച്ഛനെയും അമ്മയും അനുസരിക്കണം. അതൊരു വലിയ പോരായ്മയൊന്നുമല്ല. അച്ഛനെയും അമ്മയും അനുസരിച്ചതുകൊണ്ട് നിങ്ങൾ 2K കിഡ്സ് ആവില്ല, 2K കിഡ്സ് അല്ല എന്ന് പറയില്ല. അല്ലെങ്കിൽ നിങ്ങൾ 80 വണ്ടി കിട്ടാത്തവരാണെന്ന് പറയും ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഴയ ചിന്താഗതിക്കാരാണെന്ന് പറയും. ഒക്കെ പറഞ്ഞോട്ടെ, നമുക്കൊരിതുണ്ട്. നമ്മുടെ അച്ഛനെയും അമ്മയെയും അവർക്ക് നന്ദിയുള്ളവരായിരിക്കണം. കാരണം അവരാണ് നമ്മുടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു നന്ദി നമുക്ക് പിന്നെ എന്താ പറയേണ്ടത് ചെയ്യാൻ കഴിയുന്നത് അവർ നമ്മുടെ നല്ല കാര്യത്തിന് മാത്രമാണ് അവർ മുൻതൂക്കം നൽകുക. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോശം കാര്യത്തിന് മുൻതൂക്കം നൽകില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഓടിച്ചെല്ലാൻ കഴിയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് തന്നെയാണ്. പലരെയും പറയുന്നുണ്ടല്ലോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും തള്ളി പറയും. അതുണ്ടാകാം, അത് ചില അച്ഛനമ്മമാരുണ്ടാകാം എന്ന് വിചാരിച്ചിട്ട് എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുമകനൊരു സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇല്ല അവൻ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ അച്ഛനും അല്ലെങ്കിൽ സഹോദരനും ഇവരൊക്കെയാണ് കൂടെ നിൽക്കുന്നത്. അല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇവിടെ ചില മാന്യന്മാർ പറയുന്നത് കേട്ടു, അച്ഛനും അമ്മയും അവർ ജോലി ചെയ്താൽ പോരെ, എന്തിനാണ് പെൺമക്കൾ ഇങ്ങനെ കെട്ടിയിട്ടതുപോലെ വളർത്തുന്നത്? കെട്ടിയിടണം മക്കളെ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കെട്ടതാണ്. അതായത് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് വീട്ടിൽ കയറി കഴിഞ്ഞാലും നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ വയറ് പൊന്തിക്കഴിഞ്ഞാൽ വരെ നമ്മൾ അറിയുന്നില്ല. നിങ്ങൾക്കറിയാലോ ഇപ്പോൾ എത്ര വീട്ടിലാണ് നാണക്കേട് കൊണ്ട് പിന്നെ എന്താ പറയുക കുഴിച്ചുമുള്ളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അനുസരിക്കണം, അനുസരിച്ചേ മതിയാകൂ. അതിലിനി എന്ത് തത്വം പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെയുള്ള കുറേ എണ്ണം വന്നിട്ട് ഇവിടെ എന്തോ മാറ്റം കൊണ്ടുവരും, മാങ്ങാത്തൊലി കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത ടീം തന്നെയാണ്. പിന്നെ ചില ടീമുകളുടെ നല്ല എന്താ പറയുക കുറച്ച് ആക്റ്റീവായി പൈസ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബോ റീൽസോ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ ഒന്നുമല്ല മക്കളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം മനോഹരമാണ്. അത് നിങ്ങളീ കാണുന്നതൊന്നുമല്ല. നിങ്ങളീ കാണുന്ന പോലെ അച്ഛനെയും അമ്മയും ധിക്കരിച്ച് വന്നിട്ട് കല്യാണം കഴിച്ച് ഞാനൊരു ഭയങ്കര ഹീറോ ആണ്, ഞാൻ വലിയ കുഞ്ചാക്കോ ഓവനാണ്, അതൊക്കെ സിനിമയിൽ നടക്കും. അല്ലാതെ റിയൽ ലൈഫിൽ ഈ ഒരു മാങ്ങാത്തൊലിയും നടക്കത്തില്ല. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവുന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് ആൾക്കാർ കാണാനുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകൾക്ക് ഇവരൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതുവരെ ഇവരൊക്കെ എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? 18 വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നിട്ട് കല്യാണം കഴിച്ചിട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവരും ഒരു ലൈക്കും ഒരു കമൻറ്റും അടിച്ചു തരും. ബൈ ബൈ.